എല്ലാം രോഗികളെ സൗഖ്യമാകെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28:9 അവര് സൗഖ്യപ്പെടുത്തുന്നു. പൗലോസ്ലിയാകൂടി രോഗികളെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ടോ? അത് ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് യോഹന്നാൻ 4:48 അതിനെടുത്ത് തലയിൽ കയറ്റി വെച്ചല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നത് ആകർഷിക്കാൻ വേണ്ടി മാത്രം, ഇരയിടല്ല. ആ ഇരടയിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അത് ദൈവം പ്രവർത്തിക്കുന്നതാണ്. അത് തന്നെ ആകർഷിച്ചു എന്നുള്ളവര്. അത് നമ്മുടെ കർത്താവിന്റെ ആവശ്യം മാനസാന്തരമാണ്. എന്റെ ഭക്ഷണം എന്താണ്? എവിടെയാ വചനം? യോഹന്നാൻ 4:34 എന്റെ ഭക്ഷണം എന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റിയ, പിതാവിന്റെ ഹിതം നിറവേറ്റുന്നത് ഈശോയിലോട്ട് അടുപ്പിക്കുക. കണ്ടോ? യോഹന്നാൻ 5:24-29 വചനം ഒന്ന് വായിക്കാൻ നല്ലതായിരുന്നു. കുറച്ച് ആത്മാവിന് കുറച്ച് വെളിപ്പെടുത്തി കിട്ടും വെളിപ്പാടുകളൊക്കെ. ഇനി നിങ്ങൾക്കും വെളിപ്പാടും ദർശനങ്ങളും വേഗം ചാടിയെടുത്തേക്കല്ലേ. എല്ലാം വെളിപാടുകാരാണ് പലയിടത്തും കേട്ടോ. മംഗലാപുരത്ത് ചെന്നപ്പോ കർണാടകത്തിൽ മുഴുവൻ വെളിപാടുകാർ. ആരടൊക്കെ കൊണ്ട് കൊടുത്ത് വെളിപാടാണ് നല്ലതെന്ന്. പിശാച് തക്കം നോക്കിയിരിക്കാൻ കയറാനായിട്ട്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിന്റെ ഉയർപ്പിനായും പുറത്തു വരും. ഇതെല്ലാം ആത്മാവിനെ നിങ്ങളെ ശക്തിപ്പെടുത്തും. ഈ വചനങ്ങളെല്ലാം 1 പത്രോസ് 4:6 ഈ ദർശനങ്ങളും വെളിപാടുകളും എല്ലാം 4 വർഷം കഴിയുമ്പോഴേ കർത്താവാക്കുകൾ വരുവുള്ളൂ ശരിക്ക്. അതുകൊണ്ടാണ് കാത്തിരിക്കാൻ ഹബക്കൂക്ക് പ്രവാചകൻ 2:2-4 വരെയുള്ള വചനത്തില് സ്വസ്ഥതയുമായിട്ടിരിക്കാൻ. വചനം വന്ന് നിങ്ങളുടെ നിറഞ്ഞ് ആത്മീയ ശക്തിയിലെല്ലാം ആയിക്കഴിയുമ്പോൾ നിങ്ങൾ പറയുന്ന അപ്പം സംഭവിച്ചിരിക്കും. അതാണ് ആമോസ് പ്രവാചകൻ 3:1-7 വരെയുള്ള വചനം. അപ്പൊ അവർക്ക് വിശ്വാസം കൂടും. നിങ്ങൾ തെറ്റില്ല, തെറ്റ് വരാൻ സാധ്യമല്ല. കാരണം ആത്മാവാണ് പറയുന്നത് ഇന്ന സംഭവിക്കുമെന്ന്. ഉദാഹരണമേ, കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാൻ പറയായിരുന്നു അവരോട്, 6 മാസത്തിന് മുമ്പ് 6-7 മാസം കോട്ടയത്ത് പോയി. ഒരു വീട്ടിൽ പോയിരുന്ന ചേട്ടനും അനിയനും ഉണ്ട്. വചനം കൊടുക്കുകയാണ്. വചനം കൊടുത്ത് ചേട്ടൻ വചനമൊന്നും സ്വീകരിക്കണില്ല. മണി നോക്കിയാണ് ഊണ് കഴിക്കാൻ സമയമായെന്ന്. 12:30 മണിനകത്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്നവരുടെ ദൈവം എവിടെയാണ്? ആ വചനം പറയാമോ? ഫിലിപ്പിയ 3:19 ഉദരമാണ് അവരുടെ ദൈവം. അവരാണ് ഈ മണിനോട്ടം, കൈ നോക്കം, സമയം, ടൈമായി, വാച്ച്. വേഗം നമ്മൾ പോണം അവിടെ നിന്ന്. അപ്പൊ അവിടെ ഏത് വചനം അവിടെ കൊടുക്കണം? മത്തായി 7:6 വിശുദ്ധമായതെന്നും നായ്ക്കൾക്കും. അപ്പൊ അയാള് നായാണോ? ആണ്. കോട്ടയംകാരനല്ലേ? നായാണ്. ജ്ഞാനം 1:16 അധർമ്മി. മനസ്സിലായില്ലേ? അനിയനോട് അസൂയാണ്. അനിയൻ പണക്കാരനായിരുന്നു. അപ്പോ ധനം വന്നാല് അസൂയ അവിടെ ജനം ഇല്ലാത്തവന് ഉണ്ടാവും. അസൂയ ഉണ്ടോ? അത്യാഗ്രഹമാണ്. ഈ അത്യാഗ്രഹം ഒരു പാവമാണോ ഇല്ലയോ? 1 കൊറിന്തോസ് 6:9-11 വനത്തില് അത്യാഗ്രഹം പാവമാണ്. അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമോ? ഇല്ല. പണത്തിനോട് അത്യാഗ്രഹം വന്നാൽ വചനം എവിടെയാണ്? കൊളോസസ് 3:5 വിഗ്രഹാരാധനയാണ്. ഏറ്റവും വലിയ വിഗ്രഹാരാധന. അവിടെ മുഴുവൻ വിഗ്രഹാരാധന എന്താണ്? പണമാണ്, ദ്രവ്യാസക്തിയാണ്. ചില സ്ഥലങ്ങൾ അങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അരുവി അറിയാൻ സാധിക്കും ഏത് അരുവിയാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന്. അപ്പൊ കഴിഞ്ഞപ്പോ അനിയനോട് എന്താണ് ബ്രദറെ, വല്ല വചനം വല്ലതും കൊടുക്കാനുണ്ടോ? ഒന്നും കൊടുക്കാനില്ല, ഈ വചനമാണ് തന്നേക്കണേ, കർത്താവ് തന്നേക്കണേ. അപ്പൊ പറഞ്ഞു പാപത്തിന്റെ വേദനം
മരണമാണ്. റോമ 6:23. പെട്ടെന്ന് പറഞ്ഞു പോയി 6 മാസത്തിനുള്ളിൽ പുള്ളി തട്ടിപ്പോകുന്നു. അത് പെട്ടെന്ന് പറഞ്ഞു പോയത് അത് ആ പെട്ടെന്ന് ജ്ഞാനത്തിലങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ്? എബ്രായർ 10 26-31 വചനം പ്രവർത്തിക്കുകയാണ് അവിടെ. നമ്മളല്ല ചെയ്യുന്നത്, ആത്മാവാണ്. കേട്ടോ, ഇതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകൻ ഒക്കെ പറയുന്നത് ഈ പ്രവാചനം വരുന്നതെല്ലാം ആത്മാവിന്റെ പ്രചോദനമാണ്. അത് ദൈവത്തിന്റെ യേശുവിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. വെളിപ്പാട് 19:10 ദൈവത്തിന്റെ 2 ആഴ്ച മുമ്പ് അയാൾ മരിച്ചു കഴിഞ്ഞ പെട്ടെന്ന് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആ സമുദായത്തിന് മുഴുവൻ വിശ്വാസം വരും. കാരണം പാട്ടും കൊട്ടുമായിട്ടൊക്കെ നടക്കുന്ന പല സമുദായവും. അത് മാത്രം മതി, അല്ല ഈശോനല്ല. മനസ്സിലായില്ലേ? അവരുടെ യുദ്ധമനുസരിച്ച് അവര് വചനം വളച്ചൊടിച്ചിട്ട് നടക്കും. വചനം, അതായത് ഈശോ ഞങ്ങളെല്ലാം രക്ഷിച്ചെന്നാ പറഞ്ഞേക്കണം, എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളാം. അങ്ങനെയൊക്കെ ഉണ്ട് പലരും പല സ്ഥലത്ത്. അതെ, അവരവരുടെ യുക്തമനുസരിച്ച്. ഈ 2 തിമോത്തി 4 3-4 വാക്യം അവനവന്റെ അഭിരുചിക്ക് ചേർന്നവരെയൊക്കെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ കുടിക്കാം, സ്വല്പം കുടിക്കാം, കുഴപ്പമില്ല, വീഞ്ഞ് സുബോധമാണെന്നോ, ഇങ്ങനെ പല വചനങ്ങളും മാറ്റിമറിച്ചൊക്കെ എടുക്കും അവര്. കേട്ടോ, അതെന്തുകൊണ്ടാണ്? അവരവരുടെ യുക്തമനുസരിച്ച് അവരൊരു വചനം വളച്ചൊടിക്കും. വചനം വളച്ചൊടിച്ചുകൂടാ. 2 പത്രോസ് 1:20-21 വാക്യത്തില് അതൊന്ന് വായിക്കാമെങ്കിൽ വളരെ നല്ലതാണ്. പത്രോസ് കൊടുത്തിരിക്കുന്നത് മാറ്റി മറിക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ല. മറ്റത് പ്രവചനമാണ്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതങ്ങളിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. കണ്ടോ, അത് ആർക്കും വളച്ചൊടിക്കാനോ തിരിച്ചടിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് വചനം അതുപോലെ തന്നെ സ്വീകരിക്കണം. വചനം സ്വീകരിക്കുമ്പോ സങ്കീർത്തനം 119 130 വാക്യപ്രകാരം വെളിച്ചത്തിന്റെ വീക്ഷണമെങ്കിൽ എളിമയിൽ തന്നെ വരണം. ഏറ്റവും വലിയ എളിമ ഉണ്ടാകണം. ഏറ്റവും എളിമ എത്രക്ക് കൂടുന്നു അത്രക്ക് കൂടുതൽ കർത്താവിന്റെ കൃപയിലോട്ട് വരും. വചനത്തിന്റെ ആത്മീയ, അല്ലെങ്കിൽ വചനമെല്ലാം വളച്ചൊടിച്ച് അവന്റെ ബുദ്ധിക്ക് ചേർന്ന വിധത്തിൽ അവൻ വചനം കൊടുക്കും. പ്രഭാഷകൻ 3:18 നീ എത്രത്തോളം ഉന്നതമാകുന്നു അത്രത്തോളം വിനീതനാകണം. അപ്പൊ നിങ്ങൾ വിനയം, അതാണ് ഈ വിശുദ്ധര്. വിശുദ്ധർ അംഗീകരിക്കാത്തവൻ വിനയില്ലാത്തവനാണ്, എളിമയില്ലാത്തവനാണ്, അജ്ഞനാണ്, അഹങ്കാരിയാണ്. വിശുദ്ധരെ ചീത്ത പറയുന്നത് വിശുദ്ധര് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ടാണ് വിശുദ്ധനാകുന്നത്. ഇസക്കൽ പ്രവാചകൻ 22:26 ഇസക്കൽ 44:23 എല്ലാം വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയെപ്പറ്റി ആരും പറയുന്നില്ല ഒരിടത്തും. എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെയാണ്, ധനസമ്പാദന മാർഗങ്ങളാണ് എല്ലാം. 1 കൊറിന്തോസ് 15:19 ലൗകികാര്യമാണ്. എല്ലാവർക്കും പണം ഉണ്ടാക്കണം, ഈശോ പണം ഉണ്ടാക്കി തരണം, അത്രയേ ഉള്ളൂ. ആത്മാവിന്റെ കാര്യത്തെപ്പറ്റി എങ്ങുമില്ല. നിങ്ങൾ ആത്മാവിന്റെ കാര്യം അന്വേഷിക്കുക, ബാക്കിയുള്ള എല്ലാം തന്നോളാം. അതെ, മത്തായി 6:33 പറയുന്ന ദൈവരാജ്യം നീതിയും അന്വേഷിക്കുമ്പോ സാർവ്വതും നിങ്ങൾ പറയുന്നേക്കാളും എഫോസസ് 3:20-21 വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും കൊണ്ടുവന്ന് തരും. ധനം മാത്രമല്ല, എല്ലാം നല്ല സ്വർണം തരും, നല്ല സ്വർണ്ണക്കട കാണിച്ചു തരും. അല്ലെങ്കിൽ മറ്റവൻ 12ഉം 11ഉം കാരറ്റും വെച്ചിരിക്കും. മറ്റു നല്ല കട തന്നെയാണ്, 24 അതിലും കൂടുതൽ. കേട്ടോ, മന്ത്രവാദം ഇല്ലാത്ത സ്വർണ്ണക്കട കാണിച്ചു തരും. അല്ലെങ്കിൽ മന്ത്രവാദമുള്ള അനേക സ്വർണ്ണക്കടകളുണ്ട്. ചെല്ലുമ്പോ നിങ്ങൾ കാണാമോ, ചിലടത്ത് പടം വെച്ചിട്ട് അവിടെ ചിലക്കിരിക്കും ഒക്കെ കാണണം. മ്ലേച്ഛ വസ്തുക്കള് വെച്ചിരിക്കുന്നത് നിങ്ങളെ ബന്ധിക്കാനാണ്. കൃപയില്ലേ. എന്നിട്ട് ഇത് കൃപയില്ലാത്തവരെന്ത് പറയും? സംഖ്യ 23:23 ആവിജാത ഒന്നും ഏക്കല യാക്കോബിന് ഇത്രയും കപടന്റെ വചനമാണത്. ഈശോയിൽ വന്ന് ജീവിക്കുന്നതിന് മാത്രമേ അത് ഏൽക്കാതെയുള്ളൂ, അല്ലാത്തവനെല്ലാം പിടിക്കും. ഇതാണ് സത്യം. നമ്പേഴ്സ് 23:23 കണ്ടോ?
കാരണം പൈശാശക്തികൾക്ക് അതിന്റെ കഴിവുണ്ട്. മത്തായി 12:29 അവന് ശക്തനാണ്. അവനെ ബന്ധിക്കണമെങ്കിൽ നാം അതിലും ശക്തി പ്രാപിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ളവൻ വേണോ? 1 യോഹന്നാൻ 4:4. നിങ്ങൾ ഇങ്ങനെ വചനങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വചനങ്ങളാണ് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എഫേസ്യർ 2:2 വെച്ച് ബന്ധിക്കും. എന്തുകൊണ്ടാണ്? പ്രിൻസ് ഓഫ് എയർ ശക്തിയാണെങ്കിൽ അനുസരണയില്ലാത്ത ജനമായിരിക്കും അവിടെ പല സ്ഥലങ്ങളിലും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഹോസിയ 5:4 സ്പിരിറ്റ് ഉണ്ടാവും. അതെന്താണ്? വ്യഭിചാരത്തിന്റെ അരുവി. അപ്പൊ എല്ലാം വ്യഭിചാരമായിരിക്കും. ഏത് ക്ലബ് നോക്കിയാലും ഏത് സ്ഥലത്ത് നോക്കിയാലും ചില ലോകം മുഴുവൻ പോയിട്ടുള്ളവരൊക്കെ ഇല്ലേ? പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഇല്ലേ? ഓരോ സ്ഥലത്ത് ഏതെല്ലാം സാധനങ്ങളാണ് കിടന്ന് കളിക്കണമെന്ന്. കാര്യം ഇതാണ് കാര്യം. ലോകത്തിന് മന്ത്രവാദത്തിന് ശക്തി ഒരു സ്ഥലത്ത് ചെന്ന് ആഫ്രിക്കയില് കേട്ടോ. ആഫ്രിക്കയിൽ ഇമാഞ്ചലൈസേഷൻ ആണെങ്കിൽ ഡെലിവറൻസ് ഗിഫ്റ്റ് ശക്തിയായി ഉണ്ടാകണം കേട്ടോ. അല്ലാതെ പോയാൽ നിങ്ങളെയും കൊണ്ട് മറ്റവും തോണ്ടിക്കൊണ്ടുപോകും. കാര്യം 2-3 പേർ ഒന്നിച്ചേ പോകാൻ പാടുള്ളൂ. ഇതിലെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈജിപ്തിൽ ചെന്ന മ്ലേച്ഛ വസ്തുക്കൾ അധികമായിരിക്കും. മ്ലേച്ഛ വസ്തു വെച്ചുകൊണ്ടിരുന്നാലോ നിയമാവർത്തനം 7 25-26 വാക്യം. അതെ, അത് വായിച്ചാലറിയാം. ജോഷുവ 7:10-15 വചനം. മ്ലേച്ഛ വസ്തുക്കളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയണം. ഈ ദേവന്മാരുടെ പേര് പോലും പറഞ്ഞുകൂടെന്നാണ് നിയമാവർത്തനം 12:29-32 വചനം. ഓരോ പേരുകളുണ്ടല്ലോ ദേവന്മാരുടെ. അതുകൂടി പറയാൻ പാടില്ല. അന്യദേവന്മാരുടെ അവരാരാധിക്കുന്നത് പിശാചിനെയാണെന്ന് 1 കൊരിന്ത്യർ 10:19-21 വചനം. അതെന്തുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്? മതമൈത്രി എന്ന് അവർക്ക് അവരുടെ സഹായം വേണം, കാശും വേണം, അവരെയും പ്ലീസ് ചെയ്യണം, വോട്ട് വേണം ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ സഹായം വേണം. പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം ഈശോ തരാതെ സാധ്യമല്ല. ഇതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 2:17 മായം ചേർക്കാത്ത വചനമായിരിക്കണം, നാം യോഗ്യരുമായിരിക്കണം. യോഗ്യരാണെങ്കിൽ വിശ്വസ്ത വേണം, വിശ്വസ്തനായിരിക്കണം ഈശോയോട്. 1 കൊരിന്ത്യർ 4:2 കാര്യസ്ഥന് വിശ്വസ്തത കൂടിയേ തീരൂ. അപ്പൊ നിങ്ങൾ നമ്മൾ വിശ്വസ്തരാകണം. 1 കൊരിന്ത്യർ 1:9 നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ഈശോ വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13. അപ്പൊ അതുകൊണ്ടാണ് അവരുമായിട്ട് ഒന്നും നടത്തിക്കൂടെന്ന് 2 കൊരിന്ത്യർ 6:14-18 വചനത്തിൽ അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ എന്ത് കൂട്ടുകെട്ട്, യേശുവും ബലിയാലും തമ്മിൽ എന്ത് ബന്ധം? ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമ 11:4 പറഞ്ഞത് 7000 പേര് മാത്രമേ ബാലിന് കീഴടങ്ങാത്തവരുള്ള ലോകത്തില് വിശുദ്ധരെന്നല്ല. അവരൊരിക്കലും കിടങ്ങിയാലെന്ന്. ആർക്കും കിടങ്ങിയല്ല ഒരു അന്ധകാര ശക്തികൾക്ക്. അവർ ഇതുങ്ങളുടെ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഈ ദേവികളോ വിഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ ആത്മാവിൽ കോപം ഉണ്ടാവും. അപ്പോസ്തലപ്രവർത്തനം 17:16-21 വരെ അവർ ബന്ധിക്കും. എന്താണെങ്കിലും ഒരിക്കലും കിടങ്ങിയല്ല. അവരാരും മതമൈത്രിക്ക് പോയിരിക്കല. അപ്പൊ സാധ്യമല്ല. എങ്ങനെ സാധിക്കും? ഈ കൃപ വന്നാല് ഒരിക്കലും അല്ലെങ്കിൽ അതിൽ നല്ല മരണമാണെന്ന് ആഗ്രഹിക്കും. തീർച്ചയാണ് ആ കാര്യം. ഈ കൃപ വരണം, കൃപയിൽ വരണം, അല്ലാതെ പ്രവൃത്തിയിലല്ല. റോമ 11:6 അല്ലെങ്കിൽ പ്രവൃത്തിയായി പോകും. പ്രവൃത്തിക്കാര് അവിടെ അത് കെട്ടൊക്കെ കൊടുക്കാം, മറ്റവന് പാവത്തുങ്ങൾക്ക് അത് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാൻ അതിലോട്ട് പറയും. യോഹന്നാൻ 12:1-8 വരെയുള്ള വേണം. യൂദാസ് ചെയ്ത എന്താണ് അറിയാമോ? മറിയം 300 ദനാറക്ക് നർദീൻ തൈലം, ആ സുഗന്ധ തൈലം മേടിച്ച് ഈശോന്റെ കാല് കഴിയും മുടി കൊണ്ട് തുടച്ചപ്പോൾ ആർക്കാണ് ഏറ്റവും വിഷമം ഉണ്ടായത്? യഥാർത്ഥ വിഷമമായിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞത്? കള്ളനായിരുന്നോണ്ട് പണസഞ്ചി. ആ വചനം ഒന്ന് വായിച്ചു കേട്ടെ. അല്ലെങ്കിൽ നിങ്ങളെല്ലാം വേണ്ടാത്തവർക്ക് വേണ്ടാത്ത പണിക്ക് പോകും. ആരെങ്കിലും പറയും എവിടെയെങ്കിലും നമുക്ക് കുറച്ച് രൂപ ഉണ്ടാക്കണം, കളക്ഷൻ ഉണ്ടാക്കണം, ടിക്കറ്റ് എടുക്കണം, യുവർ സെക്രട്ടറി, അയാൾ മെമ്പർ, എല്ലാം കൂടുക, നമുക്ക് ഉടനെ പാവത്തിനൊക്കെ വീട് വെച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ എല്ലാം ഇറങ്ങും. കള്ളുഷാപ്പ് പൊളിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ എല്ലാം ഇറങ്ങും. കാരണം
അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സൊസൈറ്റി ഉണ്ടാക്കാം. കണ്ടോ? എന്നിട്ട് ഉടനെ വചനം കോട്ട് ചെയ്യും. യാക്കോബ് 2:14-26 വരെ വനം എടുത്തു വന്നിട്ടും പറയും പ്രവൃത്തിയില്ലാതെ വിശ്വാസം നിർജീവമാണെന്ന്. അപ്പൊ നിങ്ങൾ കേൾക്കും സത്യമാണെന്ന് കേൾക്കുമ്പോ കണ്ടോ, അവന്റെ യുക്തമനുസരിച്ച് അത് യാക്കോബ് പറഞ്ഞിരിക്കുന്ന വിശ്വാസം ഉറപ്പിക്കാനാണ്, അല്ലാതെ തകർക്കാൻ. വിശ്വാസം വീണ്ടും ഉറപ്പിക്കാനാണ്, അരക്കെട്ട് ഉറപ്പിക്കാനാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യമാണ്. യാക്കോബിന്റെയും എബ്രഹത്തിന്റെയും ഇസഹാക്കിന്റെയും പത്രോസിന്റെയും പൗലോസിന്റെയും വിശ്വാസം പോലെ, പാറമേൽ പണിത ഭവനം പോലെ. മത്തായി 7:24-25 വാക്യം. ഒരിക്കലും വീഴില്ല. ആര് വന്ന് അടിച്ചാലും. വീഴുമോ? നിങ്ങൾ ആരെങ്കിലും വീണു പോവുമോ? ഒരിക്കലും ഇല്ല. റോമ 8:31-39 വനത്തില് വാളിനോ പിന്നെ പീഡനത്തിനോ ഈ ലോകത്തിലുള്ളവയ്ക്ക് വരാനിരിക്കുന്നവയ്ക്കോ ആയുധത്തിനോ പിന്നെ ഇപ്പോഴുള്ളവയ്ക്കോ ശക്തികൾക്കോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. ദൈവസ്നേഹം പരമ്യമാണ്.